ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരുന്നു. ഒരു ലാഫിംഗ് തെറാപ്പി സെഷൻ ടാസ്ക് ആണ് കൊടുത്തത്. സാബുമാനാണ് ടാസ്ക് കൊടുത്തത്. സാബുമാനായിരുന്നു എല്ലാവരെയും ലാഫിംഗ് തെറാപ്പി പരിശീലിപ്പിച്ചത്. അപ്പോൾ അത് നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബീം ബാഗിലോട് ചേർന്നുള്ള ആ ഒരു സീറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് ജിസയിലും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമല്ലായിരുന്നു. കാരണം മൈക്ക് സൈഡിലോട്ട് മാറ്റിയിട്ടാണ് ജിസേൽ ആര്യനോട് ആ ഒരു കാര്യം പറഞ്ഞത്. ജിസേൽ ഇത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ജിസേൽ മൈക്ക് പൊത്തിപ്പിടിച്ചോ മാറ്റിപ്പിടിച്ചോ സംസാരിക്കാൻ പാടുള്ളതല്ല എന്ന്. ചുറ്റും ആളുകളായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കളിയാക്കലുകൾ കിട്ടി. അക്ബർ ഉടനെ ആര്യനെ കിച്ചണിലേക്ക് വിളിക്കുന്നുണ്ട്. മൈക്ക് പൊത്തിപ്പിടിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ആദ്യം വന്ന് അരി കഴുകാൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്നിട്ട് ആര്യനെ വിളിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ആര്യനും ജിസേലിനും മാത്രം വലിയ പ്രത്യേകത ഒന്നുമില്ല ഇവിടെ, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാർണിംഗ് കൊടുക്കുന്നുണ്ട് അനീഷ്. ഇത് വലിയൊരു പ്രശ്നമൊന്നും ആവുന്നില്ല, കാരണം ആര്യനും ജിസയിലും ആണല്ലോ. ബിഗ് ബോസ് അപ്പം തന്നെ കൈയോടെ പൊക്കിയത് കൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ അവർ മൈക്ക് ഊരി വെച്ച് വരെ സംസാരിച്ചതിനെ ആരും മൈൻഡ് ആക്കത്തില്ലായിരുന്നു. എന്തായാലും ഇവരെന്താണ് പറഞ്ഞത് എന്ന് അറിയാൻ പറ്റാത്തതിന് ഒരു വിഷമം എനിക്കുള്ളൂ. കാരണം ഇത് ഗെയിം റിലേറ്റഡ് കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ്. അനുമോളുടെ കാര്യമാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഗെയിം റിലേറ്റഡ് ആണെന്ന് 150% ഉറപ്പാണ്. എന്താണ് പറഞ്ഞതെന്നുള്ളത് മൈക്ക് മാറ്റി പിടിച്ച് വെച്ച് സംസാരിച്ചുകൊണ്ട് വ്യക്തമായില്ല എന്ന് മാത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും